നിങ്ങൾക്ക് അവിടെ വസിക്കാനുള്ള വീട് വേറെ ഇല്ല. അതുകൊണ്ട് ദിക്റുൽ മൗത്തി, മരണത്തെ ഒന്ന് ആലോചിക്കണേ. പണ്ട് മുതലേ പറയുന്നത് മരണമാണ് ഏറ്റവും വലിയ വഅദെന്ന്. പക്ഷേ ഇന്ന് മരണ വീട്ടിൽ നിന്ന് വഅദ് നീങ്ങിപ്പോയി. മരണം നിസ്സാരമായി പോയി. വീട് വിട്ട് ഓടിപ്പോണ കുട്ടിയും മദ്രസയിൽ നിന്ന് ചാടിപ്പോണ കുട്ടിയും നാട് വിട്ട് പോണ കുട്ടിയുമെല്ലാം വളരെ നിസ്സാരമായി മരണം എന്ന വാക്ക് പ്രയോഗിക്കുകയാണ്. മരിച്ചാൽ എല്ലാം കഴിഞ്ഞു, ഇനി ഒരു പ്രശ്നവും ഇല്ല, സുഖദുഃഖങ്ങളൊന്നുമില്ല എന്ന് ഭൗതികമായ ചിന്ത ഇന്നത്തെ തലമുറയുടെ ഹൃദയത്തിൽ വന്നുപോയി. അതുകൊണ്ട് മോനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണം ആസന്നമായിരിക്കുകയാണ്. മരണമെന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. നിന്റെ വിചാരണയുടെ ലോകത്തേക്ക് യാത്രയാക്കുന്ന ഘട്ടമാണ്. ഇന്ന് മയ്യത്തിന്റെ അടുക്കലിരുന്ന ആളുകൾക്ക് തമാശ പറയാൻ പ്രശ്നമില്ല. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകളുടെ മനസ്സ് ദുഃഖം കൊണ്ട് നിറയുന്നില്ല. ഒരു ഖബറിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാനും ഇവിടെ കിടക്കേണ്ടി വരുമെന്ന് ചിന്തിക്കുന്ന മനസ്സുകളില്ല. മരിച്ച വീട്ടിൽ നിന്ന് കരയാൻ ആളുകളില്ല. മരണവീടുകൾ നമുക്ക് നമ്മുടെ മനസ്സുകളെ ഇളക്കുന്നില്ല. കാരണം മരണമെന്ന ചിന്ത പോലും ഇളക്കാത്ത അത്രയും നമ്മുടെ ഹൃദയങ്ങൾ അരുതായ്മകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉറ്റവരുടെ മരണം നമ്മളെ നൊമ്പരപ്പെടുത്തുന്നില്ല. താൽക്കാലികമായ ഒരു ഔപചാരിക ദുഃഖപ്രകടനമല്ലാതെ മരണം നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? മയ്യത്തിന്റെ കൂടെ നടക്കുമ്പോഴും ഖബറിന്റെ ഓരത്ത് നിൽക്കുമ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വളരെ ഫ്രീ ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിക്റുൽ മൗത്തി, ശരിയായ മരണ വിചാരം ഇന്നിവിടെയുണ്ടോ? പണ്ട് മരണവും മരണാനന്തര ജീവിതവും എന്ന വിഷയമൊഴിയാത്ത വഅദ് പരമ്പരയില്ല. ആ വഅദിന്റെ ദിവസത്തിൽ കരയാത്ത കണ്ണുകളില്ല, നനയാത്ത കവിളുകളില്ല, പെടക്കാത്ത കൽബുകളില്ല. ഇന്ന് മരണവും കോമഡിയായി അവതരിപ്പിക്കപ്പെടുന്ന കാലമായി പോയില്ലേ? മരണം എന്ന ഒരു ചിന്ത നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അൻതും സലഫുനാ വനഹ്നു ഫീ ഇസ്രിക്കും. ഹബീബായ തങ്ങൾ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർസ്ഥാനിൽ നിന്ന് കരയുകയാണ്. മരണത്തിന്റെ വിഹ്വലത ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന മുത്തുനബി തങ്ങൾ തേങ്ങുകയാണ്. അവിടുത്തെ പിഞ്ചോമന മകനായ ഇബ്രാഹിം എന്ന മഹാൻ കുട്ടിപ്രായത്തിൽ വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോനല്ലേ ഇബ്രാഹിം ഇബ്നുൻ നബി. ആ ഇബ്രാഹിം എന്ന പൊന്നുമോന്റെ ജനാസ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുകയാണ്. അവസാനം മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോന്റെ ജനാസ കൊണ്ടുവന്ന് മദീനത്തെ ജന്നത്തുൽ ബഖീയിലെ ഖബറിലേക്ക് വെക്കുമ്പോൾ
ഖബറടക്കിയിട്ട് ഖബറിന്റെ തലഭാഗത്തിരുന്ന് തൽഖീൻ ചൊല്ലുകയാണ്. കുട്ടികൾക്ക് തൽഖീൻ വേണ്ടതല്ലെങ്കിലും ഹബീബായ തങ്ങൾ ചില ചിന്തകൾ പറഞ്ഞു തരികയാണ്. യാ ഇബ്രാഹീം, അല്ലയോ പൊന്നുമോനെ, ഇദാ ജാഅകൽ മലകാനിൽ കരീമാനിൽ അസീസാനിൽ ഹായിലാനി മുൻകറുൻ വനകീർ ഫഖുൽ അല്ലാഹു റബ്ബി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് അൽ ഹാവിയിൽ, ഓ മോനെ, മോനെ മറമാടിയിട്ട് ഞങ്ങൾ പിരിയുമ്പോൾ 2 മലക്കുകൾ വരും. മോനോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, മോന്റെ റബ്ബാരാണ്? ഒലിക്കുന്ന കണ്ണോടെ തപിക്കുന്ന ഹൃദയത്തോടെ രംഗത്തിന്റെ ഗൗരവം ഓർത്തുകൊണ്ട് ഹബീബായ തങ്ങൾ പറയാണ്, മോനെ പറയണേ, ഖുൽ അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയണേ മോനെ. വ മുഹമ്മദുർ റസൂലുള്ളാഹി അബീ, എന്റെ വാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണേ മോനെ. ഇതങ്ങ് പറയാനും സാമ്രാട്ടുക്കളുടെ അകത്തളങ്ങളെയും സാമ്രാജ്യങ്ങളുടെ കോട്ടകൊത്തളങ്ങളെയും ലോകവൻശക്തികളെയും ഞെട്ടിത്തെരിപ്പിച്ച ധീരതയുടെ പര്യായമായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ജന്നത്തുൽ ബഖീയിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. എന്തേ ഇത്ര ഗൗരവമാണല്ലോ ഖബർ ജീവിതം. ഹബീബായ തങ്ങളുടെ പൊന്നുമോനോടാണല്ലോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഹബീബായ തങ്ങളെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, യാ ഫാത്തിമ അൻഖിദീ നഫ്സകി മിനന്നാർ, മോളെ നരകത്തിൽ നിന്ന് തടി കാക്കണേ മോളെ എന്ന് ഉപദേശം കൊടുത്ത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളുടെ പ്രയോഗം കേൾക്കുമ്പോഴേക്ക് മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരയുകയാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. തഴവാ ഉസ്താദ് എഴുതി വെച്ച അർത്ഥവത്തായ വരികളാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. ശവപ്പെട്ടിയിൽ മണവാളനൊരുങ്ങുന്ന ആഭാസങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന കൂട്ടുകാരാ, ഖബർ നമ്മളെ മനസ്സിളക്കുന്നുണ്ടോ? ആറ്റുനോറ്റ് പോറ്റിയ ഉപ്പാനെ കൊണ്ടുപോയി പള്ളിക്കുഴി പള്ളിക്കാട്ടിലെ മാളത്തിന്റെ ഉള്ളിൽ കിടത്തി മൂടുകല്ല് വെച്ച് മണ്ണ് വലിച്ചിട്ട് വന്നിട്ട് ആ ഒരു വീടിന്റെ ഗൗരവം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ എന്ത് വേദനയുണ്ടാക്കിയിട്ടുണ്ട്. ആ കിടക്കുന്ന ഇടത്തെക്കുറിച്ച് ഒരാലോചന നമ്മുടെ കൽബിലേക്ക് വന്നിട്ടുണ്ടോ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ.
കാർഡിൽ റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. എത്ര മനോഹരമായിട്ടാണ് ആശയം രേഖപ്പെടുത്തിയത്. മോനെ, ചിതലും പുഴുക്കളുമുള്ള വീടാണ്. ഇന്നാലില്ലാഹ്. പട്ടുമത്തയിലും പൂമത്തയിലും സോഫ്റ്റായ കിടക്കയിലും കിടന്ന മനുഷ്യ, നീ ആ മാളത്തിൽ പോയി കിടക്കേണ്ടവനാണ്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. ആ ഖബറിന്റെ ഉള്ളിലുള്ള ജീവജാലങ്ങൾ പുഴുക്കൾക്ക് ആനന്ദമായി. നീ പൗഡറിട്ട് മിനുക്കിയ മുഖമാണ്, നീ കോസ്മെറ്റിക്സുകൾ കൊണ്ട് തിളക്കിയ മുഖകമലമാണ്, നീ ബോട്ടി ഷോപ്പ് മുഴുവനും വാങ്ങിയിട്ട് ഒരുക്കിയ ശരീരമാണ്. ആ പുഴുക്കൾ കടിച്ചു പറിക്കുകയാണ്. എത്ര ഭീകരമാണ് ആ ഖബറാകുന്ന മാളം. എന്നിട്ട് മഹാനവറുകൾ എഴുതിയില്ലേ, കാർഡിൽ റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. അവകൾക്ക് നിന്റെ ശരീരം കടിച്ചു പറിക്കാൻ ആവേശമാണ്. എന്റെ ഈമാനുള്ള പൊന്നു പെങ്ങളെ, കലാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് നിന്റെ മേനി അന്യപുരുഷന്റെ മുമ്പിൽ കാണിച്ച് താൽക്കാലിക ആനന്ദത്തിന് വേണ്ടി ആർഭാട വേഷം കെട്ടിയ സഹോദരി, അന്യപുരുഷന്റെ മുമ്പിൽ നിന്റെ ശരീരം കാണിക്കരുതെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ വിധിവിലക്ക് മറികടന്നിട്ട് അർദ്ധനഗ്നയായോ പരിഷ്കൃത വേഷയായോ നടന്ന പെങ്ങളെ, അല്ലയോ ചെറുപ്പക്കാരാ, സിനിമാ താരങ്ങളുടെയും സ്പോർട്സ് താരങ്ങളെയും പ്രേമിച്ച് അവരവരുടെ ആഭാസങ്ങളെ നിന്റെ തലമുടിയിലും നിന്റെ ഡ്രസ് കോഡിലും നിന്റെ മേനിയിലും അടയാളപ്പെടുത്തിയ യുവാവേ, നിന്റെ ഖബറിലേക്കൊരു കളിക്കാരനും വരില്ല, നിന്റെ ഖബറിലേക്കൊരു സിനിമാ നടനും വരില്ല, നിന്റെ ഖബറിലേക്കൊരു കാമുകിയും വരില്ല, നിന്റെ ഖബറിലേക്കൊരു കാമുകനും വരില്ല, നിന്റെ ഖബറിലേക്കൊരു ക്ലബ് മെമ്പറും വരില്ല, നിന്റെ ഖബറിലേക്കൊരു രാഷ്ട്രീയ തമ്പുരാനും വരില്ല. നീ ഇവിടെ തെരുവിൽ കിടന്ന മുദ്രാവാക്യം വിളിച്ച് അധികാരത്തിലെത്തിയ മന്ത്രിമാര് വരൂല, എംപിമാര് വരൂല, എംഎൽഎമാര് വരൂല. നിനക്ക് നേരം പോക്കിനവിടെ കൂട്ടുകാരില്ല, നിനക്ക് പാട്ടുപാടി തരാൻ അവിടെ പാട്ടുകാരികളില്ല, നിനക്ക് നൃത്തം ചെയ്ത് ആനന്ദം തരാൻ അവിടെ നർത്തകികളില്ല. നിന്നെ ഇട്ടിട്ട് ആളുകൾ പോരുന്നത് എങ്ങനെയാണെന്നറിയുമോ? മിൻഹാ ഖലഖനാകും, ഇവിടെന്നാടാ നീ വന്നത്, വഫീഹാ നുഈദുകും, ഇവിടാണടാ നീ കിടക്കേണ്ടത്, വമിൻഹാ നുഖ്രിജുകും, ഇവിടെന്നാടാ നാളെ ആഖിറത്തിലേക്ക് വരേണ്ടത്. നീ മെത്തയിൽ കിടക്കേണ്ടവനല്ല, നീ കൊട്ടാരത്തിൽ കിടക്കേണ്ടവനല്ല, നീ സപ്രമഞ്ചത്തിൽ കിടക്കേണ്ടവനല്ല. മിൻഹാ ഫീഹാ നുഈദുകും, ഇവിടെ കിടക്കേണ്ടവനാടാ. ഈ മരണം നമ്മളെ ആലോചിപ്പിക്കുന്നുണ്ടോ? ഈ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് റബ്ബിലേക്ക് സക്കറാത്തുൽ മൗത്തൊന്ന് മുഅ്മിനീങ്ങളുടേതുപോലെ ഒരു ഹുസ്നുൽ ഖാത്തിമയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇന്ന് ഈമാനുള്ള കൽബുകൾ എവിടെ? അത് വേണ്ടതുപോലെ നസീഹത്ത് ചെയ്യാനുള്ള ആലിമീങ്ങൾ എവിടെ? അത് ഉൾക്കൊള്ളാനുള്ള സാമിഈങ്ങൾ എവിടെ? വഅദ് പറയുന്നവർ ഒട്ടും പറ്റാത്തവരായി പോയി. സ്വന്തം ഈമാനിന്റെ കൽബില്ലാതെ ശബ്ദം മാത്രമുള്ള വഅദന്മാരായി പോയി.
അല്ലാഹ് ജല്ല ജലാലായ റബ്ബിനെ ഓർത്ത് പടക്കുന്ന ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ വഅദ് കഴിഞ്ഞുപോയി. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളുടെ വഅദിന്റെ കാലം കഴിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിർ തങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. മമ്പുറം തങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. ഇവിടെ ഖൽബിനെ ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റുകൾ അപൂർവമായി പോയി. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും കീറി മുറിച്ചിട്ട് മൈക്രോ സ്പെഷ്യലൈസ് ചെയ്യാൻ ഡോക്ടർമാര് വന്നുപോയി. പണ്ടൊരു ഡോക്ടറെ ഉള്ളൂ മനുഷ്യനെ ചികിത്സിക്കാൻ. പിന്നെ ENT വന്നു, പിന്നെ ഐ സ്പെഷ്യലിസ്റ്റ് വന്നു, പിന്നെ ന്യൂറോ സർജൻ വന്നു, പിന്നെ ഓർത്തോപീഡിക് വന്നു, പിന്നെ പീഡിയാട്രീഷ്യൻ വന്നു, പിന്നെ ഗൈനക്കോളജിസ്റ്റ് വന്നു, പിന്നെ ഓങ്കോളജിസ്റ്റ് വന്നു. ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ വന്നിട്ടും നിന്റെ ശരീരത്തിന്റെ അവയവം കീറി മുറിച്ച് അതിനെ പല മേഖലയിലൂടെ ചികിത്സിക്കാൻ ആള് വന്നു. പക്ഷേ ഖൽബ് ചികിത്സിക്കാനുള്ള ഡോക്ടർമാര് മരിച്ചുപോയി. അവരുടെ കൂടെ നിന്ന നേഴ്സുമാരെ പോലെയുള്ളവരും ഇല്ലാതെയായിപ്പോയി. ഇതെന്തൊരു കാലമാണ്! ഒരൽപ്പം തിരിവെളിച്ചങ്ങൾ ഇതുപോലെയുള്ള മജ്ലിസുകളിലേ ബാക്കിയുള്ളൂ. സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ മക്കളെ ബാക്കിയുള്ളൂ. അവരിൽ നിന്ന് ചില്ലറ ആളുകളെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. താജുൽ ഉലമയും പോയി, നൂറുൽ ഉലമയും യാത്രയായി, ഉമറുൽ ഫാറൂഖ് തങ്ങളും യാത്രയായി. അവരുടെ ദറജകൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ഇനി ഇവിടെ ചില്ലറ മഹാന്മാരെ ഉള്ളൂ. താജുശ്ശരീഅയുണ്ട്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ശറഫുൽ ഉലമയുണ്ട്, റഈസുൽ ഉലമയുണ്ട്, സുൽത്താനുൽ ഉലമയുണ്ട്, അസിറാജുൽ ഉലമയുണ്ട്. ചില്ലറ ആളുകളെ ആ മുൻഗാമികളുടെ വെളിച്ചത്തിന്റെ ശകലമെങ്കിലും നമുക്ക് നൽകാൻ ഇവിടെ ബാക്കിയുള്ളൂ. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? യുവാവേ, എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, ആ ദിക്റുൽ മൗത്തിലേക്കൊന്ന് വരൂ മോനെ. മരണം യാഥാർത്ഥ്യമാണ്. അത് തടുക്കാൻ ആർക്കും കഴിയില്ല. അതെവിടെ വെച്ചെന്ന് പടച്ചവന്റെ തീരുമാനം തെറ്റിക്കാൻ ഒരു പാർലമെന്റിനും കഴിയില്ല, ഒരു നിയമസഭയ്ക്കും കഴിയില്ല, ഒരു മന്ത്രിസഭയ്ക്കും സാധ്യമല്ല. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞില്ല, മണവാളൻ മരിച്ചുപോയി. നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞില്ല, മണവാട്ടി മരിച്ചുപോയി. ഏതെല്ലാം വാർത്തകളാണ് വരുന്നത്! ജല്ല ജലാലായ ഖാലിഖായ റബ്ബിന്റെ തീരുമാനം. അല്ലാഹ് ഞങ്ങൾക്ക് നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. മരണത്തെക്കുറിച്ച് നേരെ ചൊവ്വേ ചിന്തിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ പെടുത്തി അവസാനം ഞങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇബ്ലീസുൽ ലഈൻ ഈമാൻ തെറ്റിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഞങ്ങളുടെ കരളിന്റെ കാതലായ, ഞങ്ങളുടെ ജീവന്റെ എല്ലാമായ അല്ലാഹ്, ഞങ്ങൾക്ക് നീ തന്ന ഏറ്റവും വലിയ നിധിയായ, ഞങ്ങൾക്കാകെ പ്രതീക്ഷയുടെ ഒരു വരദാനമായ ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം ഞങ്ങളുടെ അടുക്കലേക്കൊന്നെത്തിച്ചു തന്ന് ഇബ്ലീസുൽ ലഈനിന്റെ കെണിവലയിൽ നിന്നൊന്ന് കാത്തു തന്ന് റബ്ബേ,
നിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണം അല്ലാഹ്. പടച്ചവനെ, നിന്റെ കോടതിയിൽ ഹാജരാക്കുന്നതാലോചിച്ച് പടച്ചുകൊണ്ട് കൽബോടെ നിന്നോട് ദ്വാരക്കുന്ന രാത്രി തരണേ അല്ലാഹ്. നിന്നെ ദിക്ർ ചെയ്യുമ്പോൾ ഹയാത്തുണ്ടാകുന്ന കൽബ് തരണേ അല്ലാഹ്. ഞാനിവിടെ വഅദ് പറയേണ്ടതില്ല, ഞാൻ വഅദ് പറയാൻ അർഹനും അല്ല. മഹാന്മാര് പറഞ്ഞു, അവസാന കാലം വരുമ്പോൾ ഭൗതിക ലോകത്തെ ജീവിതത്തെ മോഹിച്ച് മനുഷ്യൻ കഴിയുകയാണ്. ആഖിറത്തെ ചിന്തിക്കാൻ ആളില്ല, ആഖിറത്തെ ചിന്തിക്കാൻ ആളില്ല. നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നതോ തക്റഹൂനൽ മൗത്ത്, നിങ്ങൾ മരണത്തെ വെറുക്കുകയാണ്. ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുത്തുകൊണ്ട് ചിന്തിക്കാതെ മാറ്റിവെക്കുകയാണ്. ഈ ലോകത്തെ ജീവിതം മാത്രം ആലോചിച്ചിങ്ങനെ കഴിയുകയാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കൽബ് യാ റബ്ബു യാ അല്ലാഹ്, ഞാൻ മരിക്കുന്ന ഒരു നാള് വരും, ആ ദിവസം എന്റെ കൂടെ വരാൻ എന്റെ അമലല്ലാതെ ഒന്നുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ഘട്ടത്തിൽ കിടക്കുകയാണ്. മഹാനവറുകൾ കരയുകയാണ്. ചോദിച്ചു, യാ അബൂ ഹുറൈറ, എന്തിനാണ് കരയുന്നത്? ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സഫരി ത്വീൽ വസാദി ഖലീൽ, യാത്ര നീണ്ടതാണ്, കയ്യിലൊന്നും കരുതിയിട്ടില്ല. ആരാണ് അബൂ ഹുറൈറ തങ്ങൾ? ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. സ്വർഗത്തിൽ എങ്ങനെയാണ് അബൂ ഹുറൈറ നിങ്ങൾ കടന്നതെന്ന് മുത്തുനബി തങ്ങൾ ചോദിച്ച സ്വഹാബിയാണ്. ഹബീബായ തങ്ങളിൽ നിന്ന് സുവിശേഷം കിട്ടിയ സ്വഹാബിയാണ്. പക്ഷേ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ഘട്ടത്തിൽ കിടന്ന് കരയുകയാണ്. സഫരി ത്വീൽ വസാദി ഖലീൽ, കയ്യിലൊന്നും കരുതിയിട്ടില്ലല്ലോ. ഓ അബൂ ഹുറൈറ, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വേഗം അങ്ങ് ഉന്നതിയിലെത്തിയത്? മുത്തുനബി തങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു സഖറിൻ ദൗസി എന്ന മഹാനായ സ്വഹാബി അത് ഉറപ്പിച്ചങ്ങിരിക്കുകയല്ല, റബ്ബിനെ പേടിച്ച് കരയുകയാണ്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പാതിരാത്രിയിൽ എഴുന്നേറ്റ് കരയുകയാണ്. ആ കരയുന്ന നേരത്ത് മഹദി പറയുകയാണ്, ഓ രാജാതിരാജനായ റബ്ബേ, ഹദഅത്തിൽ അസ്വാത് വസകനത്തിൽ ഹറകാത് വഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി, ശബ്ദങ്ങളെല്ലാം അടങ്ങിപ്പോയി, ചലനങ്ങളെല്ലാം ഒതുങ്ങിപ്പോയി, തെരുവുകളെല്ലാം ഉറങ്ങിപ്പോയി, അങ്ങാടികളെല്ലാം നിശബ്ദമായി പോയി. ഓരോ പ്രണയികൾ അവരുടെ പ്രണയിനിയോടൊപ്പം, ഭാര്യ അവിടെ ഭർത്താവിനോടൊപ്പം, അങ്ങനെ ഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി, അവരവരോടൊപ്പം ഒത്ത് കിടന്നുപോയി. എനിക്കാരുമില്ല റബ്ബേ, ഞാൻ എല്ലാമായി കാണുന്നത് നിന്നെയാണ്. നീയാണ് എനിക്ക് മഹബത്ത് തരേണ്ടത്. എനിക്ക് നിന്നോടേ പറയാനുള്ളൂ. പൊത്തിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചടക്കം പറഞ്ഞ് ആവശ്യമുന്നയിക്കാൻ എന്റെ ഒപ്പം ഒരിണയില്ല, തുണയില്ല. ഞാനാകെ പ്രതീക്ഷിക്കുന്നത് റബ്ബേ നിന്നെയാണ്.
എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എനിക്കൊരാവശ്യം ഉന്നയിക്കാനുണ്ട്. നമുക്ക് നല്ലൊരു വണ്ടി വാങ്ങണ്ടേ, വാഹനം. ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, എനിക്കൊരു നല്ല മാല വാങ്ങിത്തന്നെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്. എന്നാൽ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ രാജാതിരാജനായ റബ്ബിനോട് അടക്കം പറയുകയാണ്, എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. ഇത്ഖീ മിനന്നാർ, നരകത്തിൽ നിന്നൊരു മോചനം വേണം, അതുമാത്രമേ എനിക്ക് വേണ്ടതുള്ളൂ, അതുമാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. മഹാനരായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ രാത്രിയാകുമ്പോൾ കുടുംബത്തെ മുഴുവനും ഉണർത്തി എഴുന്നേൽപ്പിച്ചു നിസ്കരിപ്പിക്കുകയാണ്. അന്ത്യനാളിന്റെ പ്രാധാന്യം അറിയിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് മഹാന്മാര് എണ്ണിയത്, നിങ്ങൾക്ക് എല്ലാ രക്ഷയും വേണോ, അസ്സിദ്ഖു മഅല്ലാഹ്. രണ്ടാമതായിട്ടോ തജ്ദീദു തൗബതി. മൂന്നാമതായിട്ടോ ദിക്റുൽ മൗതി. നാലാമതായി ത്വാഅത്തു റസൂലില്ലാഹ്, ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ തിരുചര്യകളെ പിൻപറ്റുക. ഇദ് ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില في حاله وفعاله ومقاله فتتبعا وتابعا لا تعدلا. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പിൻപറ്റിയിട്ട് ജീവിക്കലാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി പിന്തുടരുന്ന ആളായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തുന്ന ആളായിരുന്നു. കാരണം ഹബീബായ തങ്ങളെ പിൻപറ്റാതെ തഅസിൽ ഇലാഹ വ അൻത തുദ്ഹിറു ഹുബ്ബഹു ഹാദാ ലഅംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ മഹബ്ബത്തിനെ വാദിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ പിൻപറ്റണം. അവിടുത്തെ മാർഗത്തെ പിൻപറ്റാതെ മഹബ്ബത്ത് വാദിക്കുകയാണെങ്കിൽ അത് ശരിയായ അവകാശവാദമല്ല. അൽ മുതമസ്സികു ബിസുന്നതി عند فساد أمتي له أجر 100 شهيد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയെ ഫസാദിന്റെ കാലത്ത് ആരെങ്കിലും പിന്തുടർന്നാൽ അവർക്ക് അല്ലാഹു തആല 100 ശുഹദാക്കളുടെ കൂലി നൽകുന്നതാണ്. മൻ അഹ്യാ സുന്നതൻ മിൻ സുന്നതി, ആരെങ്കിലും എന്റെ ഒരു സുന്നത്തിനെ ഹയാത്താക്കിയാൽ, എങ്ങനെയുള്ള സുന്നത്താണ്? ഖദ് ഉമീതത് ബഅദി, എനിക്കു ശേഷം മറമാടിപ്പോയ അല്ലെങ്കിൽ വിട്ടുപോയ ഒരു സുന്നത്തിനെ ഒരാൾ ഹയാത്താക്കിയാൽ
അല്ലാഹു തആല ആ ഹയാത്താക്കിയതിന്റെ കൂലിയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂലിയും ആ ഹയാത്താക്കിയ ആൾക്ക് നൽകുന്നതാണ് എന്ന് അംർ ഇബ്നു ഔഫിൽ മുസനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാൽപ്പാടുകളെയും കൃത്യമായി മഹാന്മാര് പിന്തുടരുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഒരിക്കൽ അവിടുത്തെ വാഹനം ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ വട്ടം ചുറ്റുകയാണ്. ചോദിച്ചു, എന്താണ് അബ്ദുല്ലാ നിങ്ങൾ ഇത് ചെയ്യുന്നത്? ഹബീബായ തങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലസ്തു താരികൻ ശൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി. മുത്തുനബി തങ്ങൾ കൊണ്ടുവന്ന ചര്യകൾ ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇന്നി അഖ്ശാ ഇൻ തറക്തു ശൈഅൻ മിൻ അംരിഹി. ആ ഹബീബായ തങ്ങളുടെ ചര്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയാൽ ഞാൻ നശിച്ചു പോകുമെന്ന് ഞാൻ പേടിച്ചുപോയി. ഞാൻ വഴികേടിലായി പോകുമെന്ന് ഞാൻ പേടിച്ചുപോയി. അതുകൊണ്ട് അവിടുത്തെ ചര്യകൾ ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ആരെങ്കിലും ഹബീബായ തങ്ങളുടെ ചര്യയ്ക്ക് പകരം വേറെ ഒരു ചര്യയെ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ചിലപ്പോ നമ്മുടെ ആളുകൾ ചോദിക്കും, അല്ല മുടി അങ്ങനെ തന്നെ വെട്ടണം എന്നെന്താണ് നിയമം? നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ തന്നെ ആകണമെന്നെന്താണ് നിയമം? നമ്മുടെ ചെറുപ്പക്കാര് പലപ്പോഴും ബാർബർ ഷോപ്പിൽ ഡിസൈൻ ചെയ്ത ഹെയർ സ്റ്റൈലിലേക്ക് വീണുപോകും. അവര് സലൂൺകാര് കാണിക്കുന്ന ഫോട്ടോ അനുസരിച്ച് ദാടിയും തലമുടിയും ഒക്കെ ഒരുക്കി പോകും. എന്നാൽ മോനെ, അടിസ്ഥാനപരമായ ചര്യകളെ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അതാണ് ഹദീസിൽ നമ്മൾ വായിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഫലയുസാദന്ന റിജാലുൻ അൻ ഹൗദി കമാ യുസാദുൽ ബഈറുല്ലാൽ. വഴിവിട്ടുപോയ ഒട്ടകം ആ ഒട്ടകത്തിന് വെള്ളം കിട്ടാതെ ഹൗദിൽ നിന്ന്, ഒട്ടകങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്ന ഹൗദിൽ നിന്ന് വഴിവിട്ടുപോയ ഒട്ടകത്തിന് കുടിക്കാൻ കഴിയാതെ വിട്ടു നിൽക്കുന്നത് പോലെ, ദൂരത്താക്കുന്നത് പോലെ നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിൽ നിന്ന് ചില ആളുകൾ അകറ്റി നിർത്തപ്പെടും. ഫഉനാദീഹിം, അപ്പോൾ ഞാൻ അവരെ വിളിക്കും, അലാ ഹലുമ്മ അലാ ഹലുമ്മ, വരി വരി എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കും. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, ഇന്നഹും ഖദ് ബദ്ദലൂ ബഅദക. ഓ തങ്ങളെ, അവർക്ക് വെള്ളം കുടിക്കാൻ വരാൻ പറ്റാത്തത് മറ്റൊന്നുമല്ല, ഖദ് ബദ്ദലൂ ബഅദക, അവിടുത്തെ ചര്യയ്ക്ക് പകരം അവർ വേറെ പരിഷ്കാരങ്ങളെ കൊണ്ടുവന്നവരാണ്. തങ്ങളുടെ ചര്യയ്ക്ക് പകരം വേറെ പരിഷ്കാരങ്ങളെ കൊണ്ടുവന്നവരാണ്. ഹബീബായ തങ്ങളുടെ സുന്നത്തുണ്ട് എല്ലാ മേഖലയിലും. ആ സുന്നത്തിനെ എടുക്കാതെ ഏതോ സ്പോർട്സ് സ്റ്റാറിന്റെ, ഏതോ ഫിലിം സ്റ്റാറിന്റെ, ഏതോ താരങ്ങളുടെ സുന്നത്തുകളെ പിൻപറ്റിയവരാണ് എന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങൾ പറയാണ്, അപ്പ ഞാൻ പറയും, ഫസുഹഖൻ ഫസുഹഖൻ ഫസുഹഖാ, ഐ ബുഅദൻ വബുഅദൻ വബുഅദാ. നിങ്ങൾ ദൂരോട്ട് മാറിപ്പോ, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, എന്റെ ഹൗദിലേക്ക് വരണ്ട എന്ന് തങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, ഹബീബായ തങ്ങളുടെ ഹൗദിൽ നിന്ന് വേണ്ടുവോളം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ വഴിവിട്ട പരിഷ്കാരങ്ങളിൽ നിന്നൊക്കെ മാറി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലേക്ക് വരാൻ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, ഒരു സ്ഥലത്തുകൂടി പരിപാടിയുണ്ട്, ഏകദേശം 1 മണിക്കൂറോളം ദൂരം പോകേണ്ടതുണ്ട്.
നാളെ രാവിലെ കോഴിക്കോട് 2-3 മീറ്റിംഗുകൾ കഴിഞ്ഞ് വയനാട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് ബംഗളൂരുവിൽ നമ്മുടെ SSFന്റെ മീറ്റിംഗും പരിപാടിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നീട്ടി സംസാരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. അർഹമുർ റഹീമായ റബ്ബ് ഈ മജ്ലിസ് ഹബീബായ മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമുള്ള മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന സയ്യിദ് അവറുകൾ അടക്കമുള്ള സാദാത്തുക്കളെ മുഴുവൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന വയോജന വിദ്യാഭ്യാസവും സഹറത്തുൽ ഖുർആനും തങ്ങളവറുകളുടെ ആസ്ഥാന സ്ഥാപനവും മറ്റ് ദഅവാ സംരംഭങ്ങളും സ്ത്രീകൾക്ക് ദീനും ഖുർആനും പഠിക്കാനുള്ള സംരംഭവും എല്ലാം അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും എല്ലാ വിധേനയും തങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം നടത്താൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇനിയും കൂടുതൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും സാങ്കേതികമായുമെല്ലാം ഈ സ്ഥാപനത്തോടും സംരംഭത്തോടും ഒക്കെ സഹായിക്കണം. ഞാൻ സാധാരണ മജ്ലിസിനൊക്കെ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒന്ന് വാങ്ങലുണ്ട്. ഇന്നിവിടെ വാങ്ങാൻ സൗകര്യപ്പെടുന്നില്ല. തങ്ങളവറുകൾ ഈ സ്ഥാപനത്തിന് 20 ലക്ഷം ഉറുപ്പിന്റെ കടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ 80 ലക്ഷത്തോളം ഉറുപ്പ്യ കടമുണ്ട്. പക്ഷേ വളരെ പ്രയാസത്തിലാണ്. അപ്പൊ നിങ്ങളൊക്കെ ദ്വാരന്നാ മതി. ഇപ്പൊ നിങ്ങളോടൊന്നും ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ആരെങ്കിലും ഒക്കെ കഴിവുള്ളവര് എത്തിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്തിച്ചു തരണം. ഇതുപോലൊരു മജ്ലിസ് നടത്തിയിട്ട് ചോദിക്കാൻ പറ്റുന്ന നാട്ടിലല്ല ഞങ്ങൾ സ്ഥാപനം നടത്തുന്നത്. അങ്ങനെയൊന്നുള്ള സൗകര്യമില്ല. ഏതെങ്കിലുമൊക്കെ നാട്ടിലൊക്കെ പോയൊക്കെ കൊണ്ടുവരണം. അത്രയും പ്രതിസന്ധിയുള്ള നാടുകളിലാണ് സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം ഞങ്ങളുടെ സ്ഥാപന സംരംഭങ്ങളെല്ലാം നടന്നു പോകാൻ ഒരു 10-25 ലക്ഷം ഉറുപ്പ്യ വേണം. അള്ളാഹുവിൽ തവക്കുലാക്കി ഇറങ്ങിയതാണ്. അള്ളാഹു ഇന്നേ വരെ നമ്മെ ഹായിബാക്കിയിട്ടില്ല. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ദുആ വേണമെന്ന് മാത്രം പറഞ്ഞ് ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.